നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ടിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ്. പലർക്കും സംശയങ്ങളുണ്ട്. ഈ ടിൻ ഫ്ലെയിം കണ്ടെത്തിയാലേ, നമ്മൾ കൂടെ വന്നാലേ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നിച്ചാലേ ഈ ആത്മീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയ വളർച്ച പൂർത്തീകരണം നടക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ടിൻ ഫ്ലെയിം എന്ന ഒരു സംഭവം ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു രഹസ്യമായ ഒരു കാര്യമാണ്. അത് ഈ ആത്മീയ വളർച്ചയുടെ അവസാന കാലഘട്ടത്ത് അവസാനം എത്തുമ്പോഴാണ് ശരിക്കും ദർശനങ്ങളും ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലൂടെ ചില കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടി. നമ്മുടെ നാളത്തെ കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആത്മാവിലൂടെ തന്നെ പ്രകൃതി ഇടപെട്ട് ചിലപ്പം ദൈവികമായിട്ടുള്ള ചില ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം തിരിച്ചറിയേണ്ട ഒരു രഹസ്യമാണ് ശരിക്കും പറഞ്ഞ ഈ ടിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള രഹസ്യം. അതുവരെ ഒരു മനുഷ്യൻ ഈ ടിൻ ഫ്ലെയിം എന്ന സാധനത്തെ കുറിച്ച് അറിയേണ്ട ഒരു ആവശ്യവുമില്ല. ദൈവം അത് അങ്ങനെ ഒരു വകുപ്പ് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ കുറെ കാലങ്ങൾക്ക് മുമ്പ് ചില അദൃശ്യ ശക്തികൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് മുന്നേ ഉള്ള ഏതൊക്കെയോ ആചാര്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷമാണ് ഈ രഹസ്യം, ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഒരു രഹസ്യ കാര്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നത്. ശരിക്കും ഇങ്ങനെ ഒരു ടിൻ ഫ്ലെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ട്. ആ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഏതൊരു ദേവനോ ദേവിയോ അല്ലെങ്കിൽ ഏലിയൻസോ ആരായാലും അവരൊക്കെ ഈ പുരുഷഭാവവും സ്ത്രീഭാവത്തെയും കുറച്ച് സ്പ്ലിറ്റ് ആക്കിയാണ് ജനിപ്പിച്ചേക്കുന്നത്. അവർക്ക് ഈ സൃഷ്ടിയുടെ ആദ്യ ലെവലായ ഈ പ്രധാന ദേവന്മാരിലൂടെയാണ് ഈ ഒരു ആണ് പെണ്ണ് എന്ന ആ ഒരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളും കാര്യങ്ങളിലൊക്കെ കാണുന്നത്. തൊട്ട് മുമ്പ് ഏറ്റവും ഹൈ ഡയമെൻഷൻ ഇരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തെ പരമപുരുഷൻ എന്ന ലെവലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ സ്ത്രീ ഇൻക്ലൂഡഡ് ആണ്. അത് രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ പിന്നീടുള്ള സകല സൃഷ്ടികളിലും ഈ രണ്ടാക്കിയാണ് ആ പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. മൃഗങ്ങളിലാണെങ്കിലും എല്ലാത്തിലും, വൃക്ഷങ്ങളിലാണെങ്കിലും, എന്ത് സ്ഥാനത്തിലും, ഇപ്പം കല്ലിലാണെങ്കിലും ഉണ്ട്, നമ്മളെ മണ്ണിലാണെങ്കിലും സ്ത്രീ പുരുഷനുണ്ട്, എല്ലാത്തിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ എല്ലാത്തിലും ഉണ്ട്. മനുഷ്യനിലും ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊന്നും ഹൈന്ദവത്തിന്റെ ഇതിലൊന്നും അധികം അങ്ങനെ ഡീറ്റെയിൽ പറയുന്നില്ല. പക്ഷെ ബൈബിളിലൂടെ ദൈവം ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയെ സൃഷ്ടിക്കുമ്പോൾ, സ്വതന്ത്ര മനസ്സായിട്ടുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കുമ്പോൾ ആദം എന്ന് പറയുന്ന ഒറ്റ ഒരു ആളെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദം ഔവ്വേനെ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. ആദം എന്ന് പറയുന്നതിൽ പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്. ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ മറ്റുള്ള ജീവജാലങ്ങളിലും എല്ലാവർക്കും രണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കി ഈ ഭൗതികമായിട്ടുള്ള ആ ഒരു ലെവലിൽ വരുമ്പോൾ ഒരു സഹായിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ദൈവം ശരിക്കും പറഞ്ഞാൽ രണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ പുരുഷനിൽ എന്തൊക്കെയുണ്ടോ അത് സ്ത്രീയിലും കാണും, സ്ത്രീയിൽ എന്തൊക്കെയുണ്ടോ പുരുഷനിലും കാണും. പക്ഷെ പുരുഷനിൽ ചില കാര്യങ്ങൾ വളരെ കൂടുതലുണ്ടെങ്കിൽ സ്ത്രീയിൽ അല്ലെങ്കിൽ ആ ട്വിൻ ഫ്ലെയിമിൽ ആ കാര്യങ്ങൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഈ സ്ത്രീയിൽ ഉള്ള ചില കാര്യങ്ങൾ വളരെ ഹൈ ആയിട്ടുള്ളത് പുരുഷനിൽ ആ കാര്യങ്ങൾ വളരെ ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു കണക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് ശരിക്കും ജനിപ്പിച്ചിരിക്കുന്നത്. രണ്ടിനൂടെ ചേർന്നാൽ എല്ലാ മേഖലയും 100ൽ 100 ആയിരിക്കും. പക്ഷെ പുരുഷനിലുള്ള അതേ സാധനം സ്ത്രീയിൽ അതേപോലെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ പുരുഷന് ദേഷ്യഭാവം ഒരു 80% ദേഷ്യഭാവം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ആ ദേഷ്യഭാവം ഒരു 20 കാണുള്ളൂ. പുരുഷനിൽ 50% ദേഷ്യമാണെങ്കിൽ സ്ത്രീയിൽ 50% ദേഷ്യം. പക്ഷെ രണ്ടോട് ചേർന്നാൽ 100 ആയി. ഇങ്ങനെ പല കാര്യത്തിലും അങ്ങോട്ട് കൂട്ടിയും കുറച്ചുമാണ് ശരിക്കും സ്ത്രീയും പുരുഷനെയും നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് എന്താണോ കൂടുതൽ വേണ്ടത് അത് കൂടുതൽ വെച്ചിട്ടുണ്ട്. പുരുഷനിൽ എന്താണോ ഒട്ടും വേണ്ട, വളരെ കുറച്ച് വേണ്ടത് അത് കുറച്ചേ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഈ പുരുഷ ആത്മാവിൽ സ്ത്രീഭാവം വീണ്ടും ഇൻക്ലൂഡഡ് ആണ്, മൊത്തം ഇല്ല. പക്ഷെ സ്ത്രീഭാവത്തിൽ പുരുഷഭാവം ഇല്ല. അതായത് പുരുഷഭാവം അല്ലെങ്കിൽ ഈ വിരാട പുരുഷൻ എന്ന സങ്കല്പത്തിൽ ഉള്ള ആ ഒരു പുരുഷഭാവത്തിൽ സ്ത്രീ ഉണ്ട്. അതിൽ നിന്നും സ്ത്രീയുടെ ഭാവത്തിൽ നിന്നും ആ പുരുഷനിൽ അടങ്ങിയിരിക്കുന്ന സ്ത്രീയുടെ ഭാവത്തിൽ നിന്നും ഒരു വലിയൊരു അളവ് സ്ത്രീനെയാണ് സ്ത്രീയായിട്ട് മാറ്റി ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ആ പുരുഷനിൽ സ്ത്രീയുടെ കുറച്ച് ഭാഗം വീണ്ടും കാണും.
ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാര്യം. ഇപ്പൊ മൃഗങ്ങളിലാണെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും ഈ രണ്ട് വേർതിരിവുണ്ട്. പക്ഷെ മനുഷ്യനെ ആദ്യമായിട്ട് സൃഷ്ടിക്കുമ്പോഴും സ്ത്രീ പുരുഷനെ സെപ്പറേറ്റ് ആയിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളായിട്ട് ഒരു മനുഷ്യനായിട്ട് അതിൽ സ്ത്രീയും പുരുഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. പക്ഷെ മറ്റ് ജീവജാലങ്ങളിലെല്ലാം ഇണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലത്തെ ഇണകളുണ്ടല്ലോ എന്ന് കണ്ട് ഈ ഒറ്റപ്പെട്ട മനുഷ്യന് ഭയങ്കരമായ വിഷമം തോന്നിയെന്നും ഇത് മനസ്സിലാക്കി പ്രകൃതി തന്നെ ഈ മനുഷ്യനിൽ നിന്നും സ്ത്രീഭാവത്തെ കുറെ മാറ്റി മറ്റൊരു സൃഷ്ടിയായി ഉണ്ടാക്കിയതാണ് ഔവ എന്നുമാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് എന്നാണ് എനിക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ പ്രക്രിയ അപ്പോൾ മുതൽ സകലമാന മനുഷ്യരും ഭൂമിയിൽ രണ്ടായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് രണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു ആത്മാവിനെ മനുഷ്യ ആത്മാവിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതിൽ വലിയൊരളവ് ഒരു ഭാഗത്തും അതിന്റെ മറുഭാഗത്ത് സ്ത്രീയായിട്ട് മാറ്റിയെടുത്ത മനസ്സാണ് ചിന്തിക്കുന്നത്. അത് രൂപമൊന്നുമില്ല. ആ മനസ്സെന്ന് പറഞ്ഞ എനർജിയെ മാറ്റി വേറെ എവിടെയെങ്കിലും ജനിപ്പിച്ച് രണ്ട് വശത്തുകൂടിയും ആണ് ഈ ഒരു ആത്മാവിനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം ഒന്നാക്കി പ്രകൃതിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം മറ്റൊരു രഹസ്യം ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഒരു പുരുഷൻ ഭയങ്കരമായ ആത്മീയ ലെവലിൽ ഉയർന്നു വന്ന് ഭയങ്കര ലെവലിൽ നിൽക്കുന്നെന്ന് വെച്ചോ, ഈ ഒരു പുരുഷ ജന്മത്തിൽ ആ ഒരു പുരുഷൻ ഭയങ്കരമായ ആത്മീയത്തിൽ ഉയർന്നു വന്ന് അവസാനം മോക്ഷം കിട്ടി അവൻ പോയാലും അവന് പൂർണ്ണമോക്ഷം കിട്ടൂല. കാരണം അവന്റെ ഒരു ഭാഗമായ സ്ത്രീയും ഏതെങ്കിലും ഭാഗത്തിലൂടെ അത്രയും ആത്മീയ വളർച്ച വന്ന് ഈ പുരുഷനിൽ ലയിച്ചാലേ ഈ പുരുഷൻ ഈ സ്ത്രീയോടുകൂടെ ഈ പ്രകൃതിയിലുള്ള ആ സൃഷ്ടാവാൻ ദൈവത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുരുഷൻ മാത്രമായിട്ട് ലയിക്കാൻ പറ്റൂല. കാരണം അവന്റെ ഭാഗവും കൂടെ തിരിച്ചു വരണം. പക്ഷെ ഇതെങ്ങനെ തിരിച്ചു വരും? ഇത് ഒന്നുകിൽ ഇവരുടെ പല പല ജന്മങ്ങളിൽ, പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഒരു ജന്മത്തിലല്ല, പല ജന്മങ്ങളിൽ ഈ രണ്ട് ആത്മാക്കളും ഭാര്യ ഭർത്താക്കന്മാരായി ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കണം എന്ന് ഈ പ്ലാനൊക്കെ മറ്റദൃശക്തിയുള്ള പ്ലാനാണ്. അങ്ങനെ ഒന്നിച്ച് ജീവിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ട പ്ലാൻ ഉള്ള സമയത്ത് ഭൂമിയിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താവായി നിൽക്കും. പല ജന്മങ്ങളിലും രണ്ടായിട്ടായിരിക്കും പലയിടത്തായിട്ട് ജനിച്ച് വളർന്നു വരുന്നത്. ഒന്നിച്ച് ഒരു ഭാര്യ ഭർത്താവായി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെയെങ്കിലും വളർന്ന് ആത്മീയ വളർച്ച നേടി വന്നാൽ മതി. പക്ഷെ പല ജന്മങ്ങളിൽ ഇവർ ഒന്നാകും. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മളെ ഈ ഒന്നായ ഈ ജന്മത്തിൽ എന്റെ കൂടെ നിൽക്കുന്നത് ട്വിൻ ഫ്ലെയിം ആണോ അല്ലെങ്കിൽ വന്നോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒന്നിച്ച് ഒരു വന്നതിന് ശേഷം ജീവിച്ചു തുടങ്ങിയാലേ, അല്ലെങ്കിൽ മാനസികമായ പൊരുത്തവും ആ ഒരു ബന്ധമൊക്കെ വരുമ്പോൾ മാത്രമേ ഇത് എന്റെ തന്നെ ഇണയാണല്ലോ എന്ന സത്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാര്യം ഒരേ മനസ്സായിരിക്കും, ഒരേ കാഴ്ചപ്പാടായിരിക്കും, ഒരേപോലത്തെ ശരികളായിരിക്കും. പക്ഷെ ഈ ജന്മത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇത് ഭയങ്കര മനപ്പൊരുത്തത്തിനും ഭയങ്കര ഐക്യത്തിനും പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കാലഘട്ടത്ത് ഇത് നമ്മൾ കാണുന്നത്, ഇപ്പൊ ട്വിൻ ഫ്ലെയിം എന്ന ഈ സത്യം പല ആചാര്യന്മാരിലൂടെയൊക്കെ മനുഷ്യൻ തിരിച്ചറിഞ്ഞു, ഇങ്ങനെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇപ്പൊ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിരിക്കുന്ന പലരും അവരവരുടെ ട്വിൻ ഫ്ലെയിമിനെ അന്വേഷിച്ച് നടപ്പാണ് ഇപ്പോഴത്തെ പരിപാടി. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഈ ജന്മത്തിൽ നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളെ അടുത്ത് വരണമെങ്കിൽ അത് പ്രകൃതിയാണ് നമ്മളുടെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്. നമ്മളായിട്ട് അന്വേഷിച്ച് നടക്കുന്നത് വെറും മണ്ടത്തിലുള്ള അങ്ങനെ ഒരു വകുപ്പില്ല. നമുക്കൊരു ട്വിൻ ഫ്ലെയിം നമ്മളെ കാണും. മറുഭാഗത്തുള്ള നമ്മൾ ആത്മാവ് ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിക്കുകയായിരിക്കും, വേറെ കുടുംബമായിട്ട് എന്തൊക്കെയാ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ഇരുന്നും കൊണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത് ഏതെങ്കിലും 20 വയസ്സോ 25 വയസ്സുള്ള ചെറുപ്പക്കാർ ഇപ്പൊ 45 വയസ്സുള്ള വയസ്സായുള്ളവരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ട്വിൻ ഫ്ലെയിം എന്നും പറഞ്ഞു. ഞാനൊക്കെ ചിലത് കേട്ടിട്ടുണ്ട്. അതേപോലെ 50-55 വയസ്സായ അമ്മച്ചിമാര് 10-18-19 വയസ്സുള്ള ചെറുപ്പക്കാരെയൊക്കെ ട്വിൻ ഫ്ലെയിം എന്നും പറഞ്ഞപ്പോൾ ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്. ശരിക്കും പറഞ്ഞ ട്വിൻ ഫ്ലെയിം ആയിട്ട് ഒരു പുരുഷാത്മാവ് വന്നാൽ അവന്റെ കൂടെ വരേണ്ട ട്വിൻ ഫ്ലെയിം ആ പുരുഷ മനസ്സ് ഒരു ആണായിട്ട് ഭൂമിയിൽ ജന്മമെടുത്തതിന് ശേഷമേ ആ സ്ത്രീ ആത്മാവ് വരുള്ളൂ. കാര്യം പുരുഷൻ എപ്പോഴും പ്രയോറിറ്റിയാണ്. പുരുഷൻ ആദ്യം വരും, അതിനുശേഷമേ സ്ത്രീ വരുള്ളൂ. അപ്പൊ എന്തായാലും ഒരു ട്വിൻ ഫ്ലെയിം ഒരു ജീവിതത്തിൽ ഒന്നിച്ച് പ്രകൃതി കൊണ്ട് എത്തിച്ചാൽ പുരുഷനെ കാട്ടി സ്ത്രീ ഒന്നിൽ ഒരു 1-2 ദിവസമെങ്കിലും പുറകോട്ട് തൊട്ട് താഴെയായിരിക്കും. ഒരു ദിവസം പോലും മുന്നോട്ട് ആ സ്ത്രീ ജനിക്കൂല. അതുപോലെ തന്നെ ഈ ആത്മാക്കൾ ഈ ട്വിൻ ഫ്ലെയിം എന്നുള്ള അറിവും വെച്ചും കൊണ്ട് നമ്മൾ അന്വേഷിച്ചിടന്ന ഒരിക്കലും അത് നമ്മളിലേക്ക് വരൂല. കാരണം പ്രകൃതി അത് കൊണ്ട് തരുന്നതാണ്. നമുക്ക് യാദൃശ്ചികമായി ഒരു നിമിത്തം പോലെ നമ്മളിലേക്ക് വന്നതിന് ശേഷമേ മനസ്സിലാവുള്ളൂ ഇത് ട്വിൻ ഫ്ലെയിം ആണ്.
ഇത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് സംസാരിച്ച് സൊള്ളിയും കാര്യങ്ങൾ പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പല തെറ്റായ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ് ഒന്നിച്ചു പോണത്. ഇതൊന്നും ട്വിൻ ഫ്ലെയിം അല്ല. ഇതെല്ലാം ഈ ഒരു സത്യം ജനങ്ങൾ അല്ലെ മനുഷ്യർ തിരിച്ചറിഞ്ഞതിന് ശേഷം മനുഷ്യരെ ഈ ജന്മത്തിൽ എങ്ങനെ ദൈവികമായി ഉയരാതിരിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കി പൈശാചിക ശക്തികൾ അവരെ വഴിതെറ്റിച്ചുകൊണ്ട് പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വിരുദ്ധമായ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പോ ഒരു 90% കണ്ടുവരുന്നത്. ഇതിൽ ചില 5-10% യഥാർത്ഥ ട്വിൻ ഫ്ലെയിം ആയിരിക്കും. പക്ഷെ അവരാരും ഞങ്ങളാണ് ട്വിൻ ഫ്ലെയിം, ഞങ്ങൾ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നടക്കുകയും അത് വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. അവരവരെ കാര്യം നോക്കി സുഖമായി ജീവിക്കും. പിന്നെ ചിലര് ചോദിച്ചിട്ടുണ്ട്, എന്റെ ട്വിൻ ഫ്ലെയിം നേരത്തെ മരിച്ചുപോയി, അപ്പൊ ആത്മാവായി നിന്നും കൊണ്ട് എന്നെ ഇപ്പൊ സഹായിച്ചുകൂടെ? അങ്ങനെ സഹായിക്കുന്ന അനുഭവമുണ്ട്. നമ്മുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു ആത്മാവ്, ആ ഒരു മനസ്സ് മരിച്ചു പോയിട്ട് നേരത്തെ മരിച്ചു പോവാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പല സമയത്തും പല ഭാഗത്തും ഭൂമിയിൽ വന്ന് ജനിച്ച് പഠിച്ച് ഒന്നിച്ച് ലാസ്റ്റ് ഒന്നിച്ച് മോക്ഷത്തിലോട്ട് പോകും. നമുക്കെപ്പോ അല്ലെങ്കിൽ ഇപ്പോ നമ്മളായിട്ട് നിൽക്കുന്ന നമുക്ക് എപ്പോഴാണോ മോക്ഷം കിട്ടുന്ന സമയമാകുന്നത് ആ സമയത്തൊക്കെ തന്നെ നമ്മുടെ ട്വിൻ ഫ്ലെയിം ഏതെങ്കിലും ഭാഗത്തിലൂടെ പഠിച്ച് നമ്മളിലേക്ക് എത്തിയിരിക്കും. പക്ഷെ ഇതിനു മുമ്പ് പല ജന്മങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചിരിക്കുകയും ചെയ്യും. ഈ ആത്മീയ വളർച്ചയ്ക്കാണ് ട്വിൻ ഫ്ലെയിം കൂട്ട് എന്ന് പറയുമ്പോൾ ഈ ദൈവിക ഭക്തി മാർഗത്തിൽ വരുന്ന ആ ലെവലിലല്ല കൂട്ട്, നമ്മുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് കൂട്ട്. ഇപ്പൊ 1ാം ക്ലാസ്സിലെ ഒരു കുട്ടിക്കും ഉണ്ട് 2ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളില് 1ാം ക്ലാസ്സിലെ കുട്ടിക്കും ആ കുട്ടിയുടെ മനസ്സിനും ആ സ്വഭാവത്തിനും അനുസരിച്ച് നല്ലൊരു ആത്മസഖി 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് കിട്ടാറില്ലേ? ഭയങ്കര ആത്മബന്ധമുള്ള കുട്ടികൾ 1ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ? 2ാം ക്ലാസ്സിലും അതേപോലെ ചിലർ തമ്മിൽ ഭയങ്കര ആത്മബന്ധ സുഹൃത്തുക്കൾ വരും. 10ാം ക്ലാസ്സിൽ അതേപോലെ ആത്മബന്ധമായിട്ടുള്ള സുഹൃത്തുക്കൾ കിട്ടും. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കേ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വരാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് പ്രായത്തിലും ഏത് വളർച്ചയിലും ആ വളർച്ചയ്ക്കനുസരിച്ച് ഒരു ആത്മബന്ധം കിട്ടും. ഇപ്പൊ ഇതേപോലെ നമ്മളിപ്പോ ആത്മാവ് ഭൂമിയിൽ വരുന്നു, മനുഷ്യജന്മം എടുക്കുന്നു, ഒരു ആത്മീയ അറിവുമില്ല, ഒരു ആത്മീയ ബോധവുമില്ല. ഇപ്പം നമ്മളീ കാണുന്ന ചില നിരീശ്വരവാദികൾ ആത്മാവ് ഉണ്ടോ എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചൊരു അനുഭവങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇങ്ങനൊരു സാധനമേ ഇല്ലാന്ന് പറയും, ദൈവം ഇല്ലാന്ന് പറയും, ദൈവത്തെ ചിലപ്പോൾ ചീത്ത വിളിക്കും. ഇങ്ങനെ നടക്കുന്ന നിരീശ്വരവാദികൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ നിരീശ്വരവാദികൾക്കും അവരുടെ ആത്മാവിന് അതിൻ്റെതായ വളർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവർ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. കാര്യം 1ാം ക്ലാസ്സിലെ കുട്ടിക്കും ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴല്ല കുട്ടി പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത്. 1ാം ക്ലാസ്സിലും കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയും. അതേപോലെ ഈ ആത്മവളർച്ച ഇല്ലാത്ത നിരീശ്വരവാദത്തിൽ ഇതൊന്നും ഇല്ല, ഇങ്ങനൊരു സംഗതിയെ ഇല്ല എന്ന് പറയുന്ന ഒട്ടും വളർച്ചയില്ലാത്ത കണ്ടീഷനിൽ പോലും ആ ആത്മാവ് എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ആത്മാവിന്റെ ട്വിൻ ഫ്ലെയിമും ഇതേ ലെവലിലായിരിക്കും, നിരീശ്വരവാദത്തിൽ തന്നെയായിരിക്കും. ഇതേപോലെ എവിടെയോ നിന്നും കൊണ്ട് ദൈവമില്ല ആത്മാവില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ലെവൽ തന്നെയായിരിക്കും. ചിലപ്പോൾ ഇവര് തന്നെ ആ ഒരു ജന്മത്തിൽ ഒന്നിച്ച് വരാനും സാധ്യതയുണ്ട്. അവർ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടും ഒന്നിച്ച് ദൈവമില്ല ആത്മാവില്ല എന്ന് പറഞ്ഞ് രണ്ടും കൂടെ ചേർന്ന് ദൈവത്തെ ചീത്ത വിളിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ഭൂമിയിൽ ജീവിക്കും. അപ്പൊ അവിടെ മുതലേ ട്വിൻ ഫ്ലെയിം ഒന്നിക്കുന്നുണ്ട്. രണ്ടുപേരും ഇപ്പൊ ഒരു കള്ളനാണെങ്കിൽ അവൻ മോട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ട്വിൻ ഫ്ലെയിം അവന്റെ കൂടെ നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ രണ്ടുപേരെയും ദൈവം അതേപോലെ പ്രകൃതി പഠിപ്പിക്കും, അനുഭവത്തിലൂടെ പഠിപ്പിക്കും. രണ്ടുപേരും പഠിച്ചിട്ടില്ല, രണ്ടുപേരും ഇപ്പൊ 1ാം ക്ലാസ്സിലാണെന്ന് വെച്ചോ. ഈ രണ്ടുപേരും അടുത്ത വർഷമാകുമ്പോൾ 2ാം ക്ലാസ്സിലെത്തും. അപ്പൊ രണ്ടുപേരും പഠിക്കും. ഇതേപോലെ ഈ ആത്മാക്കള് ഓരോ ജന്മത്തിലും ഒന്നിച്ചു നിന്നും പല ഭാഗത്ത് ജനിച്ചും പലതും അനുഭവത്തിലൂടെ പഠിച്ച് ചില ജന്മങ്ങളിലൊക്കെ ഒന്നിച്ചും വരും. ഒന്നിച്ച് വരുമ്പോൾ എന്താണ്, അവർക്ക് ചക്കയ്ക്കൊത്ത ചങ്കരൻ എന്ന് കേട്ടിട്ടില്ലേ? ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് കേട്ടിട്ടില്ല. അതേപോലെ ഏതെങ്കിലും ജന്മത്തിൽ വരുമ്പോൾ ഭയങ്കര ഐക്യമായിരിക്കും. അപ്പൊ അവർക്ക് തമ്മിൽ അറിയാൻ പറ്റും, ഇത് എനിക്ക് പറ്റിയത്, എനിക്ക് നീ, നിനക്ക് ഞാൻ. അത് അവർക്ക് ഈ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കും. കാര്യം അത് ഇത്തിരിയെങ്കിലും ആത്മീയ വളർച്ച വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തെ കുറിച്ച് ബോധം വരുമ്പോഴേ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചൊക്കെ അറിയാവൂ. ഇത് അവർക്ക് അത് അറിഞ്ഞുകൂടാ. എനിക്ക് യോജിച്ച എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുമോ? ഇങ്ങനെ ഓരോ ജന്മങ്ങളും അങ്ങനെ 100 ജന്മം കഴിഞ്ഞിട്ടാണ് അവസാനം ഈ ദൈവികമായ അല്ലെ മോക്ഷപ്രാപ്തിയിലേക്കുള്ള ആത്മീയ ലെവലിലേക്ക് എത്തുന്നത്. ആത്മാവ് ആ ലെവലിലേക്ക് എത്തുന്നത്, അതായത് ആത്മാവ് 10ാം ക്ലാസ്സിൽ എത്തുന്നതെന്നും കരുതാം. അപ്പോഴും ഈ ട്വിൻ ഫ്ലെയിം ഒന്നിച്ച് വന്നെന്നിരിക്കും, ചില വന്നില്ല എന്നിരിക്കും. ഒന്നിച്ച് വന്നാൽ അവർക്ക് രണ്ടുപേർക്കും ഒരേ മനസ്സായിരിക്കും, ഒരേ ആത്മീയ വളർച്ചയായിരിക്കും. അപ്പൊ അങ്ങനെ വല്ല ആത്മാക്കള് നമ്മളെ ചിലരിനടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആത്മരൂപത്തിൽ വന്ന് കഴിഞ്ഞ ജന്മത്തിൽ മരിച്ച രൂപത്തിൽ എന്നെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ച രൂപത്തിൽ വന്ന് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആത്മാവല്ല, അങ്ങനെ വന്ന് സഹായിക്കാൻ ഈ ആത്മാവിനെ പറ്റൂല.
എത്രയും പെട്ടെന്ന് അടുത്ത ജന്മം എടുത്ത് ബാക്കി പഠിക്കാനായിട്ട് മറ്റെവിടെയെങ്കിലും ജനിക്കും. അങ്ങനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നരകം എന്ന് പറഞ്ഞ ഡയമെൻഷനിൽ പോയി അനുഭവിക്കുകയായിരിക്കും. ഒരിക്കലും നമ്മളെ സഹായിച്ചും കൊണ്ട് നമ്മളെ ട്വിൻ ഫ്ലെയിം, നമ്മളെ ആ ആത്മാവ് വേറെ രൂപത്തിൽ നിന്ന് വന്ന് നമ്മളെ പിറകെ വരൂല. അങ്ങനെ വകുപ്പില്ല. പിന്നെ ഈ ട്വിൻ ഫ്ലെയിം ആയിട്ട് അവസാനം നമ്മളെ ആ മോക്ഷ ആ ലെവലിലെത്തുന്ന ആത്മീയ വളർച്ചയുടെ ആ ഭാഗത്ത് ട്വിൻ ഫ്ലെയിം തന്നെ കൂടെ വേണം. അങ്ങനെ ഒരു നിർബന്ധമേ ഇല്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പൂർണ്ണ മോക്ഷം എത്തുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ആ ആത്മാവും ഭൂമിയിലെ അല്ലെങ്കിൽ മറ്റ് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് നമ്മളിലേക്ക് നമ്മളുടെ ആ മനസ്സ് ഒന്നായി വന്നിരിക്കും. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഒറ്റ എങ്ങനെയാണോ ആത്മാവിനെ തുടക്കം വയ്ക്കുന്നത് ആ ലെവലിൽ നമ്മൾ എത്തിയിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് പൂർണ്ണമായിട്ട് പോകും. പക്ഷെ നമ്മൾ ആ ബാക്കി നമ്മുടെ ഭാഗത്തെ അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് അഥവാ ഒന്നിച്ച് വേണമെങ്കിൽ പ്രകൃതി തന്നെ നിമിത്തങ്ങളിലൂടെ നമ്മുടെ പാർട്ട്ണറാക്കി കൊണ്ടുവന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കൊണ്ടുവന്നിരിക്കും. വന്നതിന് ശേഷമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ട് ഇങ്ങനെ ഒരു ബന്ധം, ആത്മബന്ധം അല്ലെങ്കിൽ നമ്മളെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തണം എന്ന് ആരെങ്കിലും ചിന്തിച്ച് അതിന്റെ പിറകെ ഇപ്പൊ കുടുംബത്തോടി നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ ട്വിൻ ഫ്ലെയിമിനെ അന്വേഷിച്ചും ആ ട്വിൻ ഫ്ലെയിം എന്നെ സഹായിക്കുന്നു എന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയോ സ്വന്തം മക്കളെയൊന്നോ മനസ്സ് മാറി ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് വന്നാൽ അവർക്ക് ഈ ജന്മത്തിൽ മോക്ഷമില്ല. പകരം ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കുന്നതിന്റെ ഫലം കൂടി അവർ അനുഭവിക്കേണ്ടി വരും. ഏതോ നെഗറ്റീവ് ശക്തികളായിരിക്കും അവരെ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചിന്തിപ്പിച്ചും അന്വേഷിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ച് ജന്മം പാഴാകും. അടുത്ത ജന്മത്തിൽ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വരും. കാരണം ഈ ജന്മത്തിൽ എന്നിലൂടെ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നല്ലോ. അപ്പൊ അടുത്ത ജന്മത്തിൽ ഈ വിധ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കും. ഇത് ശരിക്കും ഒരു മനുഷ്യനും ഇത് തിരിച്ചറിഞ്ഞ് അങ്ങനെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് പണ്ടുള്ള വേദഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ ഖുർആൻ ഇങ്ങനെയുള്ള വകുപ്പുകളിലൊന്നും ഇങ്ങനെ വകുപ്പിനെ കുറിച്ച് ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാനും അങ്ങനെ ആരെയും പഠിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ കുറെ പൈശാചിക ശക്തികൾ മനുഷ്യരെ പറ്റിച്ചും തെറ്റിച്ചും ദൈവിക വിരുദ്ധമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, പല രീതിയിലും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ പിറകിലുള്ള സത്യാവസ്ഥ ഞാൻ അറിയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിമിന്റെ ആവശ്യം ആത്മീയത്തിലോ നമുക്ക് മോക്ഷപ്രാപ്തിക്കോ ആവശ്യമില്ല. എന്ന് നമ്മൾ മോക്ഷ ലെവലിലേക്ക് നമ്മൾ എത്തും, ആ സമയത്ത് നമ്മുടെ ട്വിൻ ഫ്ലെയിമും ഏതെങ്കിലും ഭാഗത്തിലൂടെ ആ സമയത്ത് എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഈ ഓരോ ജന്മത്തിലും നമുക്ക് ഗുരുക്കന്മാരുണ്ടായാൽ മതി. ഗുരുവിലൂടെ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മീയ വളർച്ച നേടി നമ്മൾ പ്രകൃതിയുടെ വ്യവസ്ഥകൾ പാലിച്ച് ജീവിച്ചാൽ മതി. ട്വിൻ ഫ്ലെയിമിനെ അന്വേഷിച്ചോ ട്വിൻ ഫ്ലെയിം വേണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്